ഏതോ 4 സുഡാപ്പി വാണങ്ങൾ വന്ന് മതബോധവും സദാചാരമൊക്കെ പഠിപ്പിക്കാൻ വന്നപ്പോൾ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ മുട്ടുപറച്ചിട്ട് 2 പെൺകുട്ടികളെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ചിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, ഫൈസൽ എ കെ മലബാർ എന്ന് പറയുന്ന മലബാർ ഗോൾഡിൻ്റെ ഉടമ അല്ലെങ്കിൽ ഫൗണ്ടർ, ചെയർമാൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ മോശമായ കാര്യമാണ് പുള്ളിക്കാരൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്നവർക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഫൈസൽ എ കെ മലബാർ എന്ന് പറയുന്ന ഈ ഒരു പുള്ളിയുടെ ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞു നിന്ന ആൾക്കാരും അതേപോലെ തന്നെ TV സീരിയൽ രംഗത്തുള്ളവരും അതേപോലെ തന്നെ വലിയ വലിയ ബിസിനസ്സുകാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഹൗസ് വാമിംഗ് ചടങ്ങിന്. നമ്മുടെ CJ റോയ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമ പുള്ളിയൊക്കെ ആ ഒരു ഫംഗ്ഷന് വന്നിട്ടുള്ള വ്യക്തി തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം അറിയപ്പെടുന്നവരൊക്കെ ആ ഒരു ഫംഗ്ഷന് വന്നിട്ടുണ്ട്. അതേപോലെ ആദിലയും നൂറയും ആ ഒരു ഫംഗ്ഷന് വന്നിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും വന്നപ്പോൾ ഫൈസൽ എ കെ മലബാർ എന്ന് പറയുന്ന ഒരു വ്യക്തി അവരെ സ്വീകരിച്ചു, ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുത്തു. അതൊക്കെ നല്ല കാര്യം, യാതൊരു തെറ്റോ കുറ്റമോ ഒന്നും നമുക്ക് ആ ഒരു ഫോട്ടോസിലോ വീഡിയോസിലോ ഒന്നും തന്നെ നമുക്ക് കാണാനും സാധിക്കുന്നില്ല. പക്ഷേ ഇവർ പോയതിനു ശേഷം ആ ഒരു ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, ഇവരെ ഞാൻ ക്ഷണിച്ചിട്ടല്ല വന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, ഈ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് സമൂഹത്തെ വെല്ലുവിളിച്ച് ജീവിക്കുന്ന ഇവർക്ക് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത് എന്നൊക്കെ ആ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പറയുന്നുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു അപമാനം അവർക്ക് കൊടുക്കേണ്ടിയിരുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കും, നിങ്ങൾ വിളിച്ചിട്ടായിരിക്കില്ല അവർ വന്നത്. നിങ്ങളുടെ ഈ ഒരു ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ നിങ്ങളൊരു കോർഡിനേറ്ററെ ഏൽപ്പിച്ചിട്ടുണ്ടാവും, അതായത് ഈവൻറ്റ് മാനേജ്മെൻറ്റ്, അങ്ങനത്തെ പല ടീമും ഇങ്ങനെയുള്ള ഒരു വലിയ പരിപാടി നടത്തുക. അപ്പോൾ അവർ ഈ ആദില നൂറ ഇവരെ 2 പേരെയും വിളിച്ചിട്ടുണ്ടാവും, നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഒന്ന് നന്നാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കാം അവർ വന്നത്. ഇനി അങ്ങനെ വിളിച്ചിട്ടില്ലെങ്കിൽ കൂടെ അത് മാന്യമായിട്ട് ഡീൽ ചെയ്ത് ഇവർക്ക് വിടാമായിരുന്നു. നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ മഹാനടൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ടോപ്പ് 10ൽ നിൽക്കുന്ന ഒരു നടനാണ് ശ്രീ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി. ആ ഒരു മഹാനടൻ പോലും ഇവരെ 2 പേരെയും വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയ നടനായ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി കാണിച്ച പക്വത കൂടി ഈ ഒരു ഫൈസൽ എ കെ മലബാർ എന്ന് പറയുന്ന ഈ ഒരു പുള്ളി കാണിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെ സങ്കടമുണ്ട്. കാരണം ഫൈസൽ എ കെ മലബാർ എന്നൊക്കെ പറയുന്ന ആ ഒരു പേര് തന്നെ, അതായത് ഈ മലബാറിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അപമാനമായിട്ട് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. കാരണം മലബാർ ഏരിയയിലുള്ളവരൊക്കെ ഇത്ര ഇടുങ്ങിയ ചിന്താഗതിയുള്ളവരാണോ എന്നുകൂടെ ചിന്തിച്ചു പോകുന്ന തരത്തിലായിരുന്നു ആ ഒരു പോസ്റ്റ്. എന്നാലും ആദ്യം ആ ഒരു പോസ്റ്റ് ഞാനിവിടെ വായിക്കാം, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളെയും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. സത്യമാണ്, ഇത്രയും വലിയൊരു ബിസിനസ്സുകാരന് അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരും സിനിമ സീരിയൽ രംഗത്തുള്ളവരും ബിസിനസ്സുകാരും ഒക്കെ അങ്ങനെ ഒരു ഫംഗ്ഷന് പങ്കെടുക്കും. അതൊക്കെ നല്ല കാര്യം തന്നെ, തെറ്റായിട്ട് ഒന്നും പറയുന്നില്ല. പക്ഷേ അതിനുശേഷം പറഞ്ഞ കാര്യമാണ് ഇവിടെ വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി സൃഷ്ടിക്കുന്ന ഭാഗങ്ങൾ. എന്തായാലും അത് ഒന്ന് വായിക്കാം. എന്നാൽ എൻ്റെ ഈ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല. പൊതുസമൂഹത്തിൻ്റെ സദാചാര ബോധങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മാധ്യമങ്ങളിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. ഏത് സമൂഹത്തോടാണ് നിങ്ങൾ ക്ഷമ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതായത് നിങ്ങൾ ഉൾപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണോ അല്ലെങ്കിൽ കേരള സമൂഹത്തെ മുഴുവനായിട്ടാണോ നിങ്ങൾ ക്ഷമ ചോദിച്ചത് എന്ന് മനസ്സിലായിട്ടില്ല. അതൊന്ന് വ്യക്തമാക്കിയാൽ കൊള്ളായിരുന്നു. അങ്ങനെ കേരള സമൂഹത്തോട് മുഴുവനായിട്ടാണ് നിങ്ങൾ ക്ഷമ ചോദിച്ചതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ മറച്ച് ചിന്തിക്കുന്ന കുറച്ച് പേര് കൂടെ നമ്മുടെ ഈ കേരള സമൂഹത്ത് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ 2025 ജീവിക്കുന്നത് എന്ന കാര്യം കൂടെ നിങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ 4 ആൾ അറിയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് ഇതേപോലെയുള്ളൊരു, അതായത് ഇത്രയും വൃത്തികെട്ട ഒരു പോസ്റ്റ് ആരും തന്നെ പ്രതീക്ഷിച്ച് കാണില്ല. വളരെ വൃത്തികെട്ട അല്ലെങ്കിൽ വളരെ മോശമായ ഒരു പോസ്റ്റ് ആണ് എന്ന് ഞാനിതിനെപ്പറ്റി പറയുന്നുള്ളൂ. കാരണം സമൂഹത്തിൻ്റെ സദാചാര ബോധങ്ങളെ വെല്ലുവിളിച്ച് അച്ഛനെയും അമ്മയെയും ധിക്കരിച്ച് ജീവിക്കുന്ന 2 പേരാണ് എന്നൊക്കെ ഈ ഒരു പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒരു പോസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ വന്നത് നിങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ പേഴ്സണലായിട്ട് വിളിച്ച് കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു. ഇനി നിങ്ങൾ വിളിക്കാതെയാണ് അവർ വന്നതെങ്കിൽ ഇനി ചിലപ്പോൾ നിങ്ങളുടെ കോർഡിനേറ്റർ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആരെങ്കിലും ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടാകും. അതുകൂടെ ഒന്ന് അന്വേഷിക്കാമായിരുന്നു ഇതേപോലെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ. എന്നാലും ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് ഫൈസൽ എ കെ മലബാർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് കാരണം അത്യാവശ്യം വിമർശനങ്ങളൊക്കെ ഇപ്പോൾ പുള്ളിക്ക് നേരെ വന്നിട്ടുണ്ടാവും ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തതിലൂടെ. അതുകൊണ്ട് തന്നെയായിരിക്കും ചിലപ്പോൾ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും വളരെ മോശപ്പെട്ട ഒരു ആക്ട് തന്നെയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക.